നാലാമത് ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഒരു സെമിനാറാണ്. വിഷയം നാട്ടറിവും കാലാവസ്ഥ വ്യതിയാനവും. ഈ സെമിനാറിൽ ഉദ്ഘാടകനായി പങ്കെടുത്ത് സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ സ്റ്റഡീസ് സെന്റർ മുൻ തലവനും പ്രമുഖ ഫോക്ലോറിസ്റ്റുമായ ഡോക്ടർ EK ഗോവിന്ദവർമ്മ മാഷാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ സെമിനാറിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ജനവിജ്ഞാനവും പ്രകൃതിയും എന്നുള്ളതാണ്. എല്ലാ അറിവുകളുടെയും ഉറവിടം പ്രകൃതിയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് നദിയിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് നദീതട സംസ്കാരം എന്നൊക്കെ എല്ലാ സ്ഥലത്തും പറയുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിച്ചത് തോണിയാണ്. ഈ തോണിയുടെ ആകൃതി മാതൃകയെ സ്വീകരിച്ചത് മത്സ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മത്സ്യത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നതൊക്കെ അതിന്റെ വാലാണ്. അതുകൊണ്ട് വാലിന് പകരം നമ്മൾ പങ്കായം എടുക്കുന്നതും ആ പങ്കായത്തിന്റെ സ്വഭാവവും ഒക്കെ ആ രീതിയിലാണ് വരിക. മറ്റൊന്ന് നമ്മുടെ മാതൃക എന്ന് പറയുന്നത് വിമാനം ഉണ്ടാക്കുന്നതിനാണ്. വിമാനത്തിന്റെ മാതൃക എന്ന് പറയുന്നത് പക്ഷിയാണ്. അതുപോലെ ഹെലികോപ്റ്ററിന്റെ മാതൃക എന്ന് പറയുന്നത് തുമ്പിയാണ്. അപ്പൊ ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ പ്രകൃതിയെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭൗതിക സംസ്കാരം മുഴുവൻ നമ്മൾ മെനഞ്ഞ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഇങ്ങനെ കാണാവുന്ന സ്പർശിച്ചറിയാവുന്ന ഭൗതിക സംസ്കാരവും അതിലുള്ള അറിവും അതുപോലെ സ്പഷ്ടമാകാത്ത സ്പർശിക്കാൻ കഴിയാത്ത അറിവുകളും നമുക്കുണ്ട്. ഈ രണ്ട് അറിവുകളും ചേർന്നിട്ടാണ് നമ്മുടെ വിജ്ഞാനം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നൊക്കെ പറയുന്ന അറിവുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാവ് സംരക്ഷിക്കണം എന്നൊക്കെ മുറവിളി കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാമെങ്കിലും കാവ് തീണ്ടരുത് എന്നൊക്കെ പറയുമ്പോൾ ആ കാവിൽ ഒരു ജൈവമായ ജീവിതമുണ്ട്. എല്ലാതരം ജീവജാലങ്ങളും അവിടെ ഒന്നിച്ചു കഴിയുന്നു. ഈ ഭൂമിയുടെ അവകാശികൾ. ഒരു വിശ്വാസത്തിന്റെ പേരിലെങ്കിലും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പ്രേരണ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലീനിയർ എക്കണോമിയും അതുപോലെ സർക്കുലർ എക്കണോമിയും. ലീനിയർ എക്കണോമി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രം മിച്ചമൂല്യം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും ജൈവമായ എക്കണോമി എന്ന് പറയുന്നത് സർക്കുലർ എക്കണോമിയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും എന്ന് പറയുന്ന ഒരു നാടൻ കഥ. ആ നാടൻ കഥയെ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. കാരണം കാശിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കാശിക്ക് പോകുമ്പോഴേക്കും പ്രകൃതി പഴിച്ച് ശരീരവും ആത്മാവും ഒക്കെ മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു റീസൈക്ലിംഗ് അല്ലെങ്കിൽ ജൈവമായ ഒരു പുനർനിർമ്മാണം വാസ്തവത്തിൽ നടക്കുന്നുണ്ട്. മണ്ണാങ്കട്ടിയും കരിയിലും നശിച്ചു പോയിട്ടുണ്ട്. അത് വീണ്ടും മണ്ണാങ്കട്ടിയും പിന്നെ
ഇലതളുത്ത് കരിയിലൊക്കെയായി മാറുന്നു. ഒരു ജൈവ പരിണാമ പ്രക്രിയ അതിൽ കാണാൻ വേണ്ടി കഴിയും. ഒന്ന് ചീഞ്ഞ ഒന്ന് വളമാകും എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ നമ്മുടെ കൃഷി സംസ്കാരം എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത് പുനം കൃഷിയിൽ നിന്നാണ്. 6 മാസം കൃഷി ചെയ്തതിന് ശേഷം ഓരോ വർഷവും മാറി മാറി താമസിച്ച് പല സ്ഥലങ്ങളിൽ കാടുകളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ. ഒരു തരത്തിലുള്ള കൃത്രിമ വളങ്ങൾ ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള കൃഷി സംവിധാനമായിരുന്നു അത്. 12 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്രകൃതിക്ക് വലിയ കേടുപാടില്ലാതെ ആ ഭാഗം നികത്തപ്പെട്ടിട്ടുണ്ടാവും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സസ്റ്റൈനബിൾ ആയി നിൽക്കുന്നത് എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടുള്ള എക്കണോമിയാണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും മുഖ്യമായ ഭക്ഷണം എന്ന് പറയുന്നത് നെല്ലാണ്. അപ്പോൾ നെല്ലുൽപാദിക്കുക, ആ നെല്ലിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പാഴ്വസ്തുക്കളായി മാറാതെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വൈക്കോല് പശുവിന് കൊടുക്കാം, ചിലപ്പോൾ ആളുകൾ പുരയിടത്തിനിടും, അതിന്റെ ഉമിക്കരിയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ തട്ടാന്മാരുടെ നെരിപ്പോടിൽ പൊന്നുരുക്കുന്നതിനുള്ള ഒന്നായി മാറും. അതിന്റെ തവിട് ഏറ്റവും നല്ല ഔഷധമായ മരുന്നായി നമ്മൾ കഴിക്കുന്നു. അലർജിക് ആസ്മക്കൊക്കെ വളരെ ഉത്തമമായ ഒരു മരുന്നാണ് തവിട് എന്നുള്ളത്. തവിട് കഴിച്ചു കഴിഞ്ഞാൽ അലർജിക് ആസ്മ ഇല്ലാതാകും, അലർജി ആയി സംബന്ധപ്പെട്ട എല്ലാം മാറും. അപ്പൊ ഇങ്ങനെ ഓരോ രംഗത്തെടുത്തും നെല്ലിന്റെ നോക്കിയാൽ ഒന്നും പോലും അതിന് കളയാനില്ല. അത് മാത്രമല്ല, പല കലാരൂപങ്ങൾക്കും ഒരു തീപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി പന്തത്തിന്റെ മേലെ തള്ളിയായി ഇടുന്നത് തവിടാണ്. തവിട് മേലെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പാർക്ക് ചെയ്ത് കത്തും. അപ്പൊ ബഹുമുഖമായ ഒരു പ്രയോജനം ഇതിന്റെ ഓരോ വസ്തുക്കളും നെല്ലും കാണാം. അതുപോലെ വാഴയും തെങ്ങും അതിലൊന്നും കളയാനില്ല എന്ന് പറയാറുണ്ട്. അത് പാഴായി പോകേണ്ടതൊന്നുമില്ല എന്ന് പറയാറുണ്ട്. എല്ലാം വാഴ നാരാക്കി മാറ്റാനും വിറകാക്കി മാറ്റാനും, അതുപോലെ തെങ്ങിൻ്റെതും മടഞ്ഞ് വീടിന് ഓലയാക്കാനും, അല്ലെങ്കിൽ പൂങ്കൊലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും, കരിക്കായാലും തൊണ്ടായാലും ചകരിയായാലും ആ ചകരി നാരാക്കി മാറ്റാനും, ഇങ്ങനെ ഓരോന്നെല്ലാം പരിപൂർണമായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ കാണാൻ. ലീനിയർ എക്കണോമി നമ്മൾ കുറെ ഉണ്ടാക്കുന്നത് പല രീതിയിൽ പാഴായി പോകുന്നു, അങ്ങനെ ഉണ്ടാക്കി പോകുന്നത്. ഇവിടെ ഒരു വട്ടം പൂർത്തിയാകുന്ന ഒരു സംസ്കാരമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് കൈപ്പാടുകളിൽ ഉണ്ടാക്കുന്ന ചില വരമ്പുകൾ, അതിർവരമ്പുകൾ ഒരു കോൺക്രീറ്റ് പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചിരട്ടയിൽ ചെളി നിറച്ച് അത് കമിത്തി വെച്ചിട്ടാണ് ആ കോൺക്രീറ്റ് ഉണ്ടാക്കുക. ഇപ്പൊ ചിരട്ട എന്ന് പറയുന്നത് ലോകത്തെമ്പാടും നമ്മുടെ നാട്ടിൽ നിന്ന് ചിരട്ട കയറ്റി പോകുന്നതിന് നദികളുടെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയൊക്കെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഇത് പ്രകൃതിപരമായി വെള്ളത്തിന് ശുദ്ധീകരിക്കുന്ന ഒരു സ്വഭാവവും. അതുപോലെ കോൺക്രീറ്റ് ഇല്ലാതിരിക്കുക. അപ്പൊ കോൺക്രീറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വാറി നശിപ്പിക്കണം. ആ നശിപ്പിച്ചതിന് ശേഷമാണ് ഈ ക്വാറി നശിപ്പിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതല്ല, ആ ചിരട്ട കൊണ്ട് പാതാറ് ഉണ്ടാക്കുമ്പോൾ അത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ ഉപയോഗിക്കുന്നതാണ്. വേറെ ഇതൊക്കെ പോയി വരേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കടപ്പുറത്ത് ഓല കൊണ്ടുള്ള ചെറിയ ചാള ഉണ്ടാക്കുന്നു, ഓല മറച്ചിട്ടുള്ള ചാള. അത് അവിടെ തെങ്ങ് ലഭ്യമാകുമ്പോൾ അത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നു. അതേസമയം കാട്ടിൽ എന്ന് പറയുന്നത് മുളയന്റെ കുടിലാണ്. കാരണം ഉണങ്ങിയ മുള, ഉപയോഗശൂന്യമായ മുള കുടിലാക്കി കഴിഞ്ഞാൽ ആന പോലും അവിടത്തേക്ക് വരില്ല. കാരണം അവർക്ക് നല്ല തളിര് കിട്ടുന്ന മുളയാണ് ആവശ്യം. ഈ ചത്ത മുളയുടെ അടുത്തേക്ക് വരില്ല. അതൊരു സുരക്ഷ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സ്വയം സമ്പൂർണമായ ഒരു സ്ഥിരത എന്ന് പറയുന്നത്
നമ്മുടെ പ്രകൃതിയിൽ ലഭിച്ച നാട്ടറിവിലൂടെ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഉണ്ടാകും. ഓരോ നാട്ടറിവും ആ രീതിയിലാണ്, അല്ലെങ്കിൽ ജനവിജ്ഞാനം ആ രീതിയിലാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മനുഷ്യൻ ജീവിക്കുമ്പോൾ ജീവിതാനുഭവങ്ങളുടെ പ്രകൃതി പ്രത്യക്ഷമായി കാണുന്ന ഭൗതിക വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ആ വസ്തുക്കളിൽ നിന്ന് ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ആ ആശയത്തിൽ നിന്ന് പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ജീവിതചര്യയാക്കി മാറ്റുമ്പോൾ പ്രകൃതിക്ക് കേടുവരാതെ രീതിയിൽ റീസൈക്കിൾ ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ നാശമോ നഷ്ടമോ വരുന്നില്ല. നമ്മളിത് വളരെ ഭീമമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് ഒരു മുതലാളിത്തത്തിന്റെ ഇതാണ്. ലീനിയറായി പോവാന്നുള്ളത് കുറച്ച് ആൾക്ക് മാത്രം ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഭിന്നമായി ഈ നാട്ടറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തി പോകുമ്പോൾ അത് ഒരു റീസൈക്ലിംഗ് വാല്യൂ അതിനുണ്ട്. ജൈവമായ അതിനെ വേണ്ട രീതിയിൽ പ്രയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ നമുക്കിപ്പോ ഈ കൊറോണ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് പല രീതിയിൽ ഫാക്ടറികൾ പ്രവർത്തിക്കാതിരുന്നപ്പോൾ അന്തരീക്ഷത്തില് പല മാലിന്യങ്ങളും ഇല്ലാതാവുമ്പോൾ എല്ലാത്തിനും ഒരു ജൈവമായ ഒരു ഉത്സാഹവും ഒരു ഉന്മേഷവും വന്ന ഒരു അവസ്ഥ കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും മലിനമായ ഒരു വൃത്തികെട്ട പുകയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ വരാൻ കഴിയും. അത് പ്രകൃതിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ കടക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഓജസ്സും ഊർജ്ജസ്വലതയും എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൊല്ലത്ത് തീവണ്ടി ബോഗി പുഴയിൽ വീണപ്പോൾ ബേപ്പൂരിലെ കലാസികൾ പോയിട്ടാണ് മെഷീൻ ചെയ്യാൻ കഴിയാത്ത കാര്യം പറഞ്ഞത്. വെറും കപ്പിയും കയറും ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനം. അത് പരമ്പരാഗതമായിട്ട് ബേപ്പൂരിൽ ശീലിച്ചു പോകുന്ന ഖലാസികളുടെ ഒരു പ്രത്യേക കഴിവാണ്. കാരണം ടെക്നോളജി പരാജയപ്പെട്ട് എടുത്ത് മനുഷ്യന്റെ അധ്വാനവും മനുഷ്യന്റെ സാമർഥ്യവും എത്ര കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള അത് പ്രകൃതിക്ക് ഒരു തകരാറും വരാതിരിക്കുക. കാരണം ഇത് കപ്പിയും കാര്യം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് വേറെ ഇന്ധനങ്ങൾ വേണ്ട. മറ്റ് ക്രെയിനും മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഓയിൽ കത്തിക്കുന്നിട്ട് അതിന്റെ മാലിന്യം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏതേത് കാര്യങ്ങൾ നോക്കുമ്പോഴും നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും പ്രകൃതിയെ നോവിക്കാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ, കാരണം ഭൂമിയിലെ അവകാശികളായ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ ആശ്വസിച്ച് നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ജനവിജ്ഞാനത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. ജനവിജ്ഞാനത്തിന് മാത്രമേ അത് കഴിയൂ. കാരണം അത്തരത്തിലുള്ള പ്രബോധനം നടക്കുന്നത് നമ്മുടെ പല ചൊല്ലുകളിലും കഥകളിലും ഒക്കെ ഇത് കാണാൻ വേണ്ടി കഴിയും. കഥകളിലൂടെയും അതാണ് മണ്ണാങ്കട്ടിയും കരിയിലെയും കാശിക്ക് പോയ കഥ എന്നത്. അതുപോലെ നമ്മൾ ഇണകളെ ഒന്നായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചമ്പോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യമല്ല കടിയുണ്ടാകും. 2 ചമ്പോത്തിനെ കാണാം. കുരുവിദ്വയങ്ങൾ എന്നാണ് പറയുന്നത്, കുരുവികളെ. അപ്പോ ഒന്നായിട്ട് കാണുക എന്നുള്ളതാണ് വരുന്നത്. രണ്ടും ഒരു പരസ്പരം ഐക്യത്തിലൂടെ പോവുകയും ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ആണ്. അത് ശുഭനാണ്. നല്ല ശകുനമായി കാണുന്നത് അങ്ങനെയാണ്, നല്ല ശകുനം. അപ്പോ വേശ്യയെ കണ്ടാൽ നല്ലതാണ് എന്ന് പറയുന്നത് അത് അവിടെ ഒരു പ്രസരിപ്പും ഒരു അത്തരത്തിലുള്ള ഒരു പ്രത്യുൽപാദന രീതിയിലുള്ള ഒരു മോഹങ്ങളും വസന്തത്തെ തളിർക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ അത്തരത്തിൽ നമ്മുടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ സാഹിത്യവും ഈ പഴമൊഴികളും കടങ്കഥകളും കവിതകളും പാട്ടുകളും നാടൻ പാട്ടുകളും എല്ലാം എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിൽ പ്രകൃതിയെ മാത്രം, അതാണ് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. കൃഷി എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് കൃഷി ചെയ്തതിൽ. അപ്പൊ അത്രയും വൈവിധ്യമാർന്നമായ ജീവിത രീതിയിൽ ഈ പരിസ്ഥിതിയെ ഏറ്റവും അധികം സംരക്ഷിക്കാൻ ഉതകുന്ന സൂക്തങ്ങളും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വലിയ സഞ്ചയമാണ് വാസ്തവത്തിൽ നമുക്ക് ജനവിജ്ഞാനത്തിലൂടെ കിട്ടുന്നത്. ജനവിജ്ഞാനത്തോളം ഇത്രയും ശക്തമായ രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രതിബദ്ധതയുള്ള മറ്റൊരു വിഷയത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ജനങ്ങളിൽ നിന്ന് ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത അറിവുകളാണ്. ആ ഓരോന്നും ഏത് കാലത്താണ് ഏത് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു തേക്കിലെടുത്തു കഴിഞ്ഞാൽ അത് മത്സ്യം വാങ്ങാനുള്ള പുതിയ ആയാലും കൊള്ളാം,
പിന്നീട് തുടങ്ങി കത്തിക്കാൻ വേണ്ടി കഴിയും. കത്തിച്ചത് വെണ്ണീരാകും. വെണ്ണീര് വീണ്ടും ഉൽപ്പാദിപ്പിക്കും. വെണ്ണീര് വളമായി മാറും. ക്ഷാരം നമുക്ക് അത്യാവശ്യം. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെയധികം സന്തുലിതമായി പ്രകൃതിയായി യോജിച്ചു പോകുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമുണ്ടെങ്കിൽ അത് പ്രകൃതിയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന അറിവാണ്. ആ അറിവ് ജനവിജ്ഞാനമാണ്. അതാണ് ജനവിജ്ഞാനത്തിൽ പല സമയത്തും നമ്മളെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ 7 മാവ് മാവ് വെക്കണമെന്നാണ്, ഒരു ജീവിതത്തിൽ 7 മാവ് വെക്കണമെന്നാണ് പറയുന്നത്. പഴയ കാലത്ത് ദഹിപ്പിക്കുമ്പോൾ ഒരു മാവ് ഒരു മനുഷ്യൻ 7 വെക്കണം. 1 മുറിക്കുമ്പോൾ 7 ഉൽപ്പാദിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ മരം മുറിക്കുമ്പോൾ തന്നെ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടും അതൊരു പാപത്തിന്റെ ഒരു മോക്ഷത്തിന്റെ പാപത്തെ രക്ഷപ്പെടുത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത്രയും നോവിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ജീവജാലത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയിലാണെന്ന് ശരിക്കും ഓരോ നിമിഷവും ബോധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ജീവിത രീതികളൊക്കെ കൊണ്ടുപോകും. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജനവിജ്ഞാനമാണ്. ആ ജനവിജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയ ഇന്നത്തെ ഏറ്റവും വലിയ ആധുനികമായ ഒരു കലാരൂപമായ സിനിമയുടെ അത്തരത്തിലുള്ള സിനിമകളുണ്ടായി. പഴയ കാലം മുതൽ അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാഞ്ചന സീതയായാലും അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ചോമനതുടി, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശകുന്തള പോലും ആ പ്രകൃതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. കാരണം അതുപോലെ ഇതൊക്കെ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നല്ല നല്ല കൃതികൾ സിനിമയിലാണ് ഏറ്റവും അധികം നമ്മൾ വാസ്തവത്തിൽ ഈ പരിസ്ഥിതിക്ക് ഒരു ഊന്നൽ കൊടുക്കേണ്ടത്. കാരണം സിനിമയാണ് മനുഷ്യന്റെ ഏറ്റവും വളരെയധികം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമം എന്നത്. അപ്പൊ ആ മാധ്യമം തന്നെ നേരെയാക്കിയാൽ മാത്രമേ നമ്മൾ ശരിക്കും നമുക്ക് നേരിട്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇത്തരത്തിൽ ജനവിജ്ഞാനത്തെ നെഞ്ചിലേറ്റ് നടത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി, കാരണം ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അജയ് നാരായണൻ എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഉൽപ്പതിഷ്ണുക്കളൊക്കെ കൂടി, വസന്തനെ പോലുള്ള ഉൽപ്പതിഷ്ണുക്കളൊക്കെ കൂടി ഇത്തരത്തിലുള്ള നല്ല നല്ല പരിപാടികൾ നടത്തുന്നത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോക്ലോർ സ്റ്റഡി സെന്ററിലെ അധ്യാപകനായിരുന്ന, എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ EK ഗോവിന്ദരാജവർമ്മ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടറിവ്, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ നാട്ടറിവ് കൃഷിയുമായി ബന്ധപ്പെട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഞാറ്റുവേല, തിരിമുറിയാതെ പെയ്യുന്ന ഞാറ്റുവേലയ്ക്ക് ശേഷം ഇടവിട്ട് മഴയും അതുപോലെ തന്നെ വെയിലും വന്ന് മണ്ണിലെ ഈർപ്പം പോകാതെ എന്നാൽ ചൂടും നിലനിർത്തിക്കൊണ്ട് വരുന്ന ആ കാലാവസ്ഥയാണ് പ്രധാനമായും കുരുമുളക് പോലെയുള്ള നമ്മുടെ ഔഷധ സസ്യം അതുപോലെ തന്നെ നമുക്ക് വിദേശ മൂല്യം നേടിത്തരുന്ന നമ്മുടെ കുരുമുളക് നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതാണ്. തുടർന്ന് ഇവിടെ പരിസ്ഥിതിയുമായി കൂടുതൽ വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയിൽ സജീവമായി ഇടപെടുന്ന KFRIയിലെ സീനിയർ സയന്റിസ്റ്റും ഡോക്ടറുമായിട്ടുള്ള ശ്രീ TV സജീവ് സാറിനെ തുടർന്ന് സംസാരിക്കാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഫോക്ലോറും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഗോവിന്ദവർമ്മ രാജ സാർ സംസാരിക്കുന്ന കേൾക്കായിരുന്നു. അദ്ദേഹം ഫോക്ലോറിന് എന്നുള്ള വാക്കിനെ തർജ്ജമ ചെയ്തത് ജനവിജ്ഞാനം എന്നുള്ള നിലക്കാണ്, ജനങ്ങളുടെ വിജ്ഞാനം എന്നുള്ള നിലക്കാണ്, ജനങ്ങളുടെ അറിവ് എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഫോക്ലോറിനെ ഡിഫൈൻ ചെയ്തത്.
വളരെ ശരിയാണത്. വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു കാലത്ത് അറിവ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അത്രയും തന്നെ കഥകളിലായിരുന്നു, പാട്ടുകളിലായിരുന്നു. എഴുത്ത് തുടങ്ങുന്നതിന് മുന്നേ അക്ഷരങ്ങളും വാക്കുകളും നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു കാലത്തിന് മുന്നേ ഉണ്ടായിരുന്നത് കഥയും പാട്ടുകളും മാത്രമായിരുന്നു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയ്ക്കുള്ള അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മുഴുവൻ തന്നെ ഈ തരത്തിലുള്ള കഥകളിലൂടെയാണ്, പാട്ടുകളിലൂടെയാണ്, കലാരൂപങ്ങളിലൂടെയാണ്, നൃത്തങ്ങളിലൂടെയാണ്, ആഘോഷങ്ങളിലൂടെയാണ്, ഉത്സവങ്ങളിലൂടെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിലൂടെയാണ്. ഈ തരത്തിലുള്ള ധാരാളമായിട്ടുള്ള സാംസ്കാരിക ഉൽപ്പന്നങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന ഒരു വാചകമായിട്ടാണ് ആ ഫോക്ക് ലോറിനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഫോക്കിന്റെ ലോർ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഈ ഫോക്ക് എന്നുള്ളത് നമ്മൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കാവുന്ന പോലെ ഇതൊരു പഴയ കാര്യം മാത്രമല്ല. പണ്ടത്തെ ആളുകളുടെ കഥ, പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കഥ, അത് പിന്നെ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പഴമയുടെ കഥകൾ മാത്രമല്ല ഫോക്ക് ലോർ. ഫോക്ക് ലോർ ധാരാളം തരത്തിലുള്ള ഫോക്ക് ലോറുകളുണ്ട്. വളരെ വ്യത്യസ്തമായ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ടാവും. പുഴയുടെ തീരത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള കഥകളുണ്ടാവും. കടലിന്റെ തീരത്ത് ജീവിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള കഥകളുണ്ടാവും. മലമുകളിൽ ജീവിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള കഥകളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇവരുടെ എല്ലാ ജീവിതങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന വളരെ മെറ്റാ നറേറ്റീവുകളും ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ ആക്സസിബിൾ ആയിട്ടുള്ള നറേറ്റീവുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള നറേറ്റീവുകളെയാണ് നമ്മൾ പലപ്പോഴും ഇതിഹാസം എന്നൊക്കെ വിളിക്കുക. രാമായണം, മഹാഭാരതമൊക്കെയുള്ള കഥകള് ഓരോ പ്രദേശത്തും ഉണ്ടാവും, ഓരോ പ്രദേശത്തും അതിന് വ്യത്യസ്തതകൾ ഉണ്ടാവും. പക്ഷെ എങ്കിലും അതിന്റെ ഒരു സ്കെലിട്ടൺ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആളുകൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഓരോ ഫോക്കിനും അവരുടേതായിട്ടുള്ള ലോർ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സകല എല്ലാ ഫോക്കുകളെയും ട്രാൻസെൻഡ് ചെയ്യുന്ന, എല്ലാവരിലേക്കും കടന്നു പോകുന്ന ലോറുകൾ വേറെയും ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക് അറിയാനാണ്, ഡിഫൈൻ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു പഴമയുടെ ശേഷിപ്പ് മാത്രമല്ല. ഫോക്ക് ലോറുകൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്, പുതിയ ഫോക്ക് ലോറുകൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ ഫോക്ക് ലോറുകൾ പല രീതിയിലാണ് ഉണ്ടാവുക. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പോകുന്ന ട്രോളുകളെല്ലാം തന്നെ ഫോക്ക് ലോറിന്റെ ഭാഗമാണ്. ഓരോ ഫോക്കും വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊരു ഫോക്കാണ്, അവരുടെ ലോർ ആയിരിക്കണം എന്നില്ല അവരുടെ രക്ഷിതാക്കളുടെ ലോർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ജനറേഷൻസിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലോറുകളും ഉണ്ടാവും. ഇനി ഇതിന്റെ ഫോമുകളിൽ വ്യത്യാസം ഉണ്ടാവാം. ഒരു പക്ഷേ ഈ ഫിലിം ഫെസ്റ്റിവലിൽ നിങ്ങളൊരു പക്ഷേ കാണുന്ന പോലെ തന്നെ അത് പല രീതിയിലാവാം. അത് ചിലപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാവും, ഒരു പായ നെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാം, ഒരു പനമ്പ് നെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാവാം, ഒരു കൊട്ട ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, അതല്ലെങ്കിൽ കൃഷിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, ചില വിളകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളും കാര്യങ്ങളാവാം, ഉത്സവങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആവാം. ചിലത് ഓരോ പ്രദേശത്തെയും ആളുകളെ സംബന്ധിച്ച് സമൂഹത്തിനകത്ത് ചില പ്രത്യേക ടാബു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അവിടുത്തെ ടാബൂസ് ഓരോ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓരോ തലമുറയ്ക്കും പുതുതായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നറേറ്റീവുകളായിട്ടും ലോറ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഫോക്ക് ലോർ എന്ന് പറയുന്നത് ഒരു പ്രാചീന കാര്യം മാത്രമല്ല, ഇപ്പോഴും ലോറുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. ഈ കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോ ജാനുവരി 9, 2021 ജാനുവരി 21 ഇന്ന്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് ദിവസം മുന്നേ, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 6 കേരളത്തിലും നിറയെ മഴ പെയ്തു. എല്ലായിടത്തും മഴ. ഞാൻ അതിന്റെ മഴ പെയ്തതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിൽ മഴ പെയ്യാത്തതായിട്ടൊരു സ്ഥലവും ഇല്ലേ. പെയ്ത മഴയുടെ ഇന്റൻസിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചിലത് സ്ഥലത്ത് ഹെവി റെയിൻ ആയിരുന്നു, ചിലത് മോഡറേറ്റ് റെയിൻ ആയിരുന്നു എന്നുള്ള വ്യത്യാസം അല്ലാതെ മഴ പെയ്യാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും കേരളത്തിലില്ലാതെ മഴ പെയ്തു. ജനുവരി 6 മാത്രമല്ല, 7-ാം തീയതിയും 8-ാം തീയതിയും പല സ്ഥലത്തും മഴ പെയ്തിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ചാല് ഇങ്ങനെ ഒരു മഴ പ്രതീക്ഷിച്ചതേ അല്ല. ഈ സമയത്ത് മഴ പെയ്യുമെന്ന് ആരും വിചാരിച്ചതുമല്ല. നേരത്തെ എനിക്ക് തൊട്ട് മുന്നേ സംസാരിച്ച പോലെ വസന്തൻ സംസാരിച്ച സമയത്ത് വസന്തൻ സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് നമ്മുടെ മഴ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. അദ്ദേഹം തിരുവാതിര ഞാറ്റുവേലയെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം പെയ്യുന്ന മഴ എങ്ങനെയാണ് കുരുമുളകുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടത് എന്ന് അദ്ദേഹം, കുരുമുളക് കൃഷിയായിട്ട് അതിന്റെ ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാൻ വിട്ടുപോയ ഒരു കഥ സാമൂതിരിയുടെ കഥയാണ്. ആ കഥ എന്താ വെച്ച് കഴിഞ്ഞാല്,
ഒരിക്കൽ ഇവിടെ കുരുമുളക് വാങ്ങാൻ വന്ന പറങ്കികൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് കുരുമുളക് മാത്രമല്ല കൊണ്ടുപോയത്, അവര് കുരുമുളക് കൊടി കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് അറിഞ്ഞ ഉടനെ, ഇത് കണ്ടപ്പോൾ ഉടനെ ആളുകൾ ഓടി വന്നിട്ട് സാമൂതിരിയോട് പരാതി പറയുന്നുണ്ട്, അവര് കുരുമുളക് കൊടി കൊണ്ടുപോവാണ്. കുരുമുളക് കൊടി കൊണ്ടുപോയാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ പോയിട്ട് കുരുമുളക് ഉണ്ടാക്കാലോ, പിന്നെ അവര് കുരുമുളക് വാങ്ങാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വിദേശത്ത് നിന്ന് കിട്ടിയിരുന്ന വലിയ തോതിലുള്ള നാണ്യങ്ങൾ ഇനി കിട്ടാതായി പോകും എന്നുള്ള ബേജാറ് കൊണ്ട് ഓടി വന്ന സാമൂതിരിയോട് പറഞ്ഞപ്പോ സാമൂതിരി പറഞ്ഞ മറുപടി, അവര് കുരുമുളക് കൊടിയല്ലേ കൊണ്ടുപോകുന്നുള്ളൂ, അവർക്ക് തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ അവർക്ക് കുരുമുളക് വള്ളി വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ ഈ കാലാവസ്ഥ, ആ കുരുമുളക് വളരാൻ ആവശ്യമായ കാലാവസ്ഥയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ് സാമൂതിരി അന്ന് ചോദിച്ചത്, വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോഴത്തെ പ്രശ്നം, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഈ കാലാവസ്ഥയും പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. തിരുവാതിര ഞാറ്റുവേലയും പോയി കഴിഞ്ഞു. മാത്രമല്ല, നമ്മൾ തീരെ വിചാരിക്കാത്ത സമയത്ത് ഒക്കെ മഴ പെയ്യുന്നുണ്ട്, വിചാരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല. ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോക്ലോറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക? ഫോക്ലോറുകളെ അപ്രസക്താക്കുന്ന വിധത്തിൽ, ആ ഫോക്ലോറുകൾക്കൊന്നും ഇനി നിലനിൽപ്പില്ല എന്നുള്ള നിലയ്ക്ക്, ആ ഫോക്ലോറുകൾ വിശ്വസിച്ചുകൊണ്ട് ഇനി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് സകല ഫോക്ലോറുകളെയും അപ്രസക്താക്കുന്ന തരത്തിൽ കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിഞ്ഞു എന്നുള്ള ഭീഷണിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് കാലാവസ്ഥ വ്യതിയാനം എന്നതിനെ കുറിച്ച് 2 വാക്കുകളെങ്കിലും പറഞ്ഞ് അത് ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യകാലത്ത് ഇപ്പൊ ഭൂമിയിലുള്ള മറ്റൊരു ജീവി പോലും ചെയ്യാത്തൊരു കാര്യം മനുഷ്യൻ ചെയ്തത്, ഭൂമി കുഴിച്ചു താഴെ പോവുകയും താഴെയുള്ള കാർബൺ നിക്ഷേപങ്ങൾ, ഫോസിൽ നിക്ഷേപങ്ങൾ പുറത്തെടുത്ത് കത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് മുന്നേ ഒരു ജീവജാലം ചെയ്ത കാര്യമല്ല അത്. അപ്പൊ മനുഷ്യൻ ഭൂമി കുഴിക്കുന്നു, താഴെ പോകുന്നു, ആദ്യം കിട്ടുന്ന കൽക്കരിയാണ്, കൽക്കരി കത്തിക്കാൻ തുടങ്ങുന്നു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പെട്രോളിയം കണ്ടെത്തുന്നു, അതിനെ ശുദ്ധീകരിച്ച് ഡീസലായിട്ടും പെട്രോളായിട്ടും ഏവിയേഷൻ ഫ്യൂവലായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. കുറച്ചും കൂടി കഴിയുമ്പോൾ നാച്ചുറൽ ഗ്യാസ് തന്നെ എടുക്കുന്നു, അത് പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ അടിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് എടുത്ത് കത്തിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ നേരത്തെ ഗോവിന്ദ വർമ്മരാജ് പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കൂടുന്നു. അന്തരീക്ഷത്തിലേക്ക് ധാരാളമായി കാർബൺ ഡൈ ഓക്സൈഡ് അയക്കാൻ തുടങ്ങുന്നു. ഈ അയക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അതിനോടൊപ്പമുള്ള മറ്റ് പല വാതകങ്ങളും ചേർന്ന് ഭൂമിക്ക് മുകളിലുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ കട്ടി പതുക്കെ കൂടുന്നു. അങ്ങനെ ആ ഹരിതഗൃഹവാതകങ്ങളുടെ പ്രതലത്തിന് കട്ടി കൂടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം, അതിലൂടെ സൂര്യപ്രകാശവും അതിൽ ചൂടും ഭൂമിയിലേക്ക് കടന്നു പോരുക ചെയ്യും. പക്ഷെ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ആ ചൂടിനെ അത് വീണ്ടും തടഞ്ഞു നിർത്തി ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമിയിലേക്ക് വീണ്ടും ചൂട് വരുന്നതോട് കൂടിയിട്ട് ഭൂമിക്ക് പതുക്കെ ചൂടെടുക്കാൻ തുടങ്ങും, പതുക്കെ ചൂട് കൂടാൻ തുടങ്ങുകയും ചെയ്യും. ഇതുകൊണ്ടുണ്ടാവുന്ന ധാരാളം ഫലങ്ങളെ കുറിച്ചിട്ട് ധാരാളമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്, സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പുതിയ വ്യത്യാസം എന്താ വെച്ചാല്, ഭൂമി ഒരിത്തിരി കൂടി ഫാസ്റ്റ് ആയിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരിത്തിരി കൂടി ഫാസ്റ്റ് ആയിട്ട് സ്പിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിക്ക് ഇന്ന് അതിന്റെ അച്ചുതണ്ടില് പൂർണ്ണമായും ഒന്ന് തിരിഞ്ഞു വരാനായിട്ട് 24 മണിക്കൂർ ഇപ്പൊ വേണ്ട. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ദിവസങ്ങളുടെ നീളം 24 മണിക്കൂർ ഇല്ല ഇപ്പോ. അതിനേക്കാളും ഏകദേശം 0.5 സെക്കൻഡ് കുറവേ ഉള്ളൂ നമ്മുടെ ഓരോ ദിവസവും. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് സംഭവിച്ചതിന്റെ കാരണം ഭൂമിയുടെ ധ്രുവങ്ങളിലുള്ള മഞ്ഞുപാളികൾ ഉരുകിയിട്ട് ആ വെള്ളം കടലിലേക്ക് ചേർന്നുകൊണ്ടാണ്. ഒരുപക്ഷെ പമ്പരം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. പമ്പരം വളരെ ഫാസ്റ്റ് ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പൊ പമ്പരത്തിന്റെ ഏറ്റവും വേഗതയിൽ കറങ്ങുന്ന ഭാഗം അത് കുത്തി നിൽക്കുന്ന ആ ഒരു സൂചി പോലെയുള്ള അതിന്റെ മോനയിലാണ്. കാരണം അവിടെയാണ് അതിന് ഏറ്റവും വണ്ണം കുറവ്. അതിന്റെ ഏറ്റവും നടുഭാഗം ഭൂമിയുടെ പോലെ തന്നെ അതിന്റെ നടുഭാഗം വളരെ വലുതാണ്. അവിടെ അത് വളരെ പതുക്കെ ആയിരിക്കും അത് ആ ഒരു പോയിന്റ് കറങ്ങി വരുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഐസ് ഉരുകയും ആ വെള്ളം മുഴുവൻ കടലിലേക്ക് ചേരുകയും ചെയ്യുന്ന സമയത്ത് ഭൂമി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഒരു ആഴ്ചക്ക് മുന്നേ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു മുന്നേ ശാസ്ത്രലോകം പ്രധാനമായിട്ടും പേടിച്ചിരുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യം കടലിലെ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ്. അങ്ങനെ ജലനിരപ്പ് ഉയരുന്ന സമയത്ത് ഭൂമിയിൽ മുങ്ങിപ്പോകുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാവാൻ പോകുന്ന അവസ്ഥ. പസഫിക് സമുദ്രത്തിലുള്ള പല ദ്വീപുകളും ഇപ്പൊ തന്നെ മുങ്ങിക്കഴിഞ്ഞു.
ധാരാളം ദ്വീപുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ചില രാഷ്ട്രങ്ങളിലെ ആളുകൾ അന്താരാഷ്ട്ര സെമിനാറുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് 1320 ദ്വീപുകളാണ് മഴക്കാലത്തുള്ളത്, വേനൽക്കാലത്ത് അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ദ്വീപുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വളരെ അനിശ്ചിതത്വം ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തൊട്ട അയൽ രാജ്യമായ മാൽഡീവ്സില് മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഉയരം ഏകദേശം 4 മീറ്റർ മാത്രമാണ്. എന്ന് വെച്ചാൽ 4 മീറ്ററിനേക്കാൾ ഉയരമുള്ള ഒരു തിരമാല അടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അവിടെയൊക്കെ കടൽ നിരപ്പ് ഉയരുക എന്നുള്ളത് വലിയ ഭീഷണിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. മറ്റൊന്ന് ജീവജാലങ്ങൾ മാറി താമസിക്കുന്നതാണ്. ആഗോളതാപനം കൊണ്ടുണ്ടാവുന്ന ഒന്നാമത്തെ പ്രശ്നം കടലിലെ ജലനിരപ്പ് ഉയരുകയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം ജീവജാലങ്ങൾ മാറി താമസിക്കുന്നു എന്നുള്ളതാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള ജീവജാലങ്ങൾ പതുക്കെ ധ്രുവങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. താഴ്ന്ന സ്ഥലത്ത് ജീവിക്കുന്ന ജീവജാലങ്ങൾ പതുക്കെ മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. മലമുകളിലെ ജീവജാലങ്ങൾ പതുക്കെ ചൂട് കൂടുന്ന സമയത്ത് എല്ലാ കാലത്തേക്കുമായിട്ട് ഭൂമി വിട്ടു പോകുന്നു. നമ്മൾ അതിനെ വംശനാശം എന്ന് വിളിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വിഷയം എന്താണ് ഫോക്ലോറും ഈ തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അതിന്റെ ഒരു ലീഡ് ഇൻഡിക്കേറ്റർ പറയാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മഴ പെയ്യാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജനുവരി 6, 7, 8 തീയതികളിൽ കേരളത്തിൽ മുഴുവൻ മഴ പെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷകരെ സംബന്ധിച്ചിട്ട് നിലവിലില്ല. പക്ഷെ എങ്കിലും മഴ പെയ്യാം. അപ്പൊ ഞാൻ ചെയ്തത് അവരെ വിളിച്ച് ചോദിച്ചു, കാലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ശാസ്ത്രജ്ഞരോട് ചോദിച്ചു, എന്താണ് ഈ കഴിഞ്ഞ ദിവസം ഇത്രയധികം മഴ പെയ്യാനായിട്ടുള്ള കാരണം. അപ്പൊ അവർ പറഞ്ഞു ഒരു പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഒരു മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ഓസിലേഷൻ ഉണ്ട്. ഏകദേശം 31 ദിവസം മുതൽ 42 ദിവസത്തിന്റെ ഒരു ഫ്രീക്വൻസിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഓസിലേഷൻ ആണ്. അത് ഇതിനെ ബാധിച്ചിട്ടുണ്ടാവാം. എൽനൈനോ അതിനെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ തെക്കൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു കൺവേർജൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഈസ്റ്റേർലിന്റെ വിൻസിന്റെ ഒരു കൺവേർജൻസ് വെസ്റ്റേൺ സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കാരണമാവാം എന്നല്ലാതെ വളരെ കൃത്യമായി ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അത് വളരെ അനിശ്ചിതത്വത്തിലാണുള്ളത്. ഇതിനു മുന്നേ 2018 ഒരുപക്ഷെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രളയമുണ്ടായ ആ ഒരു സമയത്ത് 2018 മാർച്ച് 8 മുതൽ 18 വരെ ഗംഭീരമായിട്ട് കേരളത്തിൽ മഴ പെയ്തു. മാർച്ച് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിട്ട് നല്ല വേനലാണ്. ആ നല്ല വേനൽക്കാലത്ത് പാടങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന പോലെ, പുഴകളൊക്കെ നിറഞ്ഞു ഒഴുകുന്ന പോലെ 8 മുതൽ 18 വരെ ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള മഴയുണ്ട്. ആ മഴയെ നമുക്ക് ഇതുവരെ വിശദീകരിക്കാനായിട്ട് ആയിട്ടില്ല. ഇത് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പോലെ തന്നെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, വരാൻ പോകുന്ന കാലാവസ്ഥയെ, വരാൻ പോകുന്ന ദുരന്തങ്ങളെ പ്രവചിക്കുന്നതിനകത്ത് നമുക്ക് വലിയ അബദ്ധം പറ്റുന്നു എന്നുള്ളതാണ്. ബുവേർലി എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് വരും എന്നുള്ളത് ഒരു മാസം മുന്നേ പറ്റുമോ വല്ലാതെ പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. എല്ലാ ടി വിയിലും അതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. എങ്ങനെയാണ് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരിക എന്നുള്ള കുറിച്ച് വലിയ ചർച്ചകൾ തമിഴ്നാട്ടിലും കേരളത്തിലും നടന്നിരുന്നു. ആ ഒരു കൊടുങ്കാറ്റ് വരുന്ന കൊടുങ്കാറ്റിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയ്ക്ക് കേന്ദ്ര സേന വരെ കേരളത്തിലും തമിഴ്നാട്ടിലും എത്തുകയും നമ്മളെല്ലാവരും സജ്ജരായിരിക്കുകയും ചെയ്തു. പക്ഷെ ആ കൊടുങ്കാറ്റ് വന്നേയില്ല. നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് കാലാവസ്ഥയെ പ്രവചിക്കാനായിട്ടുള്ള കഴിവ് പതുക്കെ നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു വളരെ ലളിതമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെയാണ്. നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, സ്റ്റൗ കത്തിക്കുന്നു, വെള്ളം പതുക്കെ ചൂടാവാൻ തുടങ്ങും. വെള്ളം ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം താഴെ നിന്ന് ചൂട് കിട്ടുന്നു. തന്മാത്രകളൊക്കെ മുകളിലേക്ക് ഉയരും. അങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് ചൂട് കുറഞ്ഞ് തന്മാത്രകൾ താഴേക്ക് പോകും. അവർ വീണ്ടും ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. കുറെ സമയത്തേക്ക് ആ വെള്ളത്തിലുള്ള എല്ലാ തന്മാത്രകളുടെയും സഞ്ചാരപഥം നമുക്ക് പ്രവചിക്കാനാവും. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം പതുക്കെ തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം പതുക്കെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് റോൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പൊടിയൊക്കെ ഇടുന്ന സമയമാകുമ്പോഴേക്കും വെള്ളം റോൾ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിലുള്ള ഒരു തന്മാത്രയുടെ സഞ്ചാരപഥവും നമുക്ക് പ്രവചിക്കാനാവുന്നുണ്ടാവില്ല. ആ ഭൂമിയുടെ കാലാവസ്ഥ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ പഴയ കഥകൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള ധാരാളം നാട്ടറിവുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇനി ആവശ്യം ഉണ്ടാവുമോ, ആ ഫോക്ലോറുകളൊക്കെ നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം.
അതിന് കൂടി ഉത്തരം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സമയത്ത് എത്ര സമയം കൂടി? നേരത്തെ പറഞ്ഞ പോലെ ഫോക്ക് ലോറുകൾ നിരന്തരം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴും പുതിയ ഫോക്ക് ലോറ് ഉത്പാദിപ്പിക്കപ്പെട്ടു. ധാരാളം ട്രോളുകൾ വന്നതെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ട്രോൾ, പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ട്രോൾ എന്ന് വെച്ചാല് കേരളത്തിലെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മഴ പെയ്ത പാവം മഴ എന്ന് പറയുന്ന ഒരു ട്രോള്. ആ മെസ്സേജ് ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെയാണ് ലോറുകൾ ഉണ്ടാവുന്നത്. ആളുകൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എന്തുമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് മിത്തുകൾ രൂപപ്പെട്ട് വരികയും ചെയ്യുക. സത്യത്തിൽ മിത്തുകളെല്ലാം ഉത്ഭവിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാര്യം വിശദീകരിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ്. ഒരു പ്രത്യേക പ്രതിഭാസം ചുറ്റും കാണുന്നു, അതെന്താണെന്ന് ആളുകൾ അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും അറിവുള്ള ആളുകളടുത്ത് പോയിട്ട് ചോദിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഏറ്റവും അറിവുള്ള ആളുകൾ ആ സമയത്തുള്ള ഏറ്റവും ശരിയായിട്ടുള്ള അറിവിനെ വെച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, അതിൽ നിന്നാണ് ഒരു മിത്ത് അതിന്റെ ജീവിതം തുടങ്ങുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാവും. ഒരു സ്ഥലത്ത് ഒരു പുഴയുടെ തീരത്ത് ധാരാളം വെള്ളാരം കല്ലുകൾ കിടക്കുകയാണ്. നല്ല വെളുത്ത ചില കല്ലുകളുടെ ഉള്ളിലൂടെ നോക്കിയാൽ അപ്പുറം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കല്ലുകളടക്കം ധാരാളം വെള്ളാരം കല്ലുകൾ കിടക്കും. അവിടെ മാത്രമേ അത് കാണുന്നുള്ളൂ, മറ്റു പല സ്ഥലത്തും അത് കാണുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം, എന്താണ് ഇവിടെ മാത്രമേ ഈ വെള്ളാരം കല്ല് കാണുക? അപ്പൊ അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിത്ത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരിക്കൽ പഞ്ചപാണ്ഡവന്മാർ അവിടെ വന്ന് താമസിച്ചിരുന്നു. അവിടെ അടുത്താണ് ബഗൻ ഉണ്ടായിരുന്നത്. അപ്പൊ ബഗന്റെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും ഒരു പോത്തും വണ്ടിയില് ഭക്ഷണമായിട്ട് ഒരാള് ബഗന്റെ അടുത്ത് എത്ര ബഗൻ അത് എല്ലാത്തിനും കൂടി കഴിക്കും. ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് കുന്തി മക്കൾ അവിടെ താമസിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ അവിടെയുള്ള ആളുകൾ കുന്തിയോട് പരാതി പറയുന്നു. കുന്തി ഏറ്റവും ബലിഷ്ഠനായിട്ടുള്ള സ്വന്തം മകനായിട്ടുള്ള ഭീമനോട് പറയുന്നു. ഭീമൻ അങ്ങനെ പോവുകയാണ്. ഭീമൻ അവിടെ പോയിട്ട് ബഗനെ കൊല്ലുന്നുണ്ട്. കൊന്നതിന് ശേഷം ഈ കൊണ്ടുപോയ ഭക്ഷണം മുഴുവൻ ഭീമൻ കഴിക്കുന്നുണ്ട്. അതിനുശേഷം കഴിച്ചതിന് ശേഷം ആ ചോറുണ്ടതിന് ശേഷം കൈ കുടഞ്ഞ സമയത്ത് ആ ചോറിന്റെ വറ്റുകൾ അവിടെ വീണ് വെള്ളാരം കല്ലുകളായി മാറി എന്നുള്ളതാണ് അന്ന് പറഞ്ഞ കഥ. ഇത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അന്നത്തെ അറിവനുസരിച്ച് അന്നത് ചോദ്യം ചോദിച്ച ആൾക്ക് ഈ മറുപടി മതിയായിരുന്നു. ഈ മറുപടി കേട്ടാൽ അത് ശരി, അതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ബോധം നിലനിന്ന സമയത്ത് ആ ഉത്തരം മതിയായിരുന്നു. പക്ഷെ ആ ഉത്തരം കുറേ നാളെ നിൽക്കുകയും ചെയ്യും. ഇന്ന് അതേ ഉത്തരം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേര് ശാസ്ത്രം എന്നാണ്, ആധുനിക ശാസ്ത്രം എന്നാണ്. ഇന്നിപ്പോ ഇതേപോലെ ഒരു പ്രതിഭാസം ഉണ്ടായാല് നമ്മൾ മഹാഭാരതത്തിലേക്കോ രാമായണത്തിലേക്കോ ഒന്നും അല്ല നോക്കുക, മറിച്ച് ശാസ്ത്രജ്ഞരോട് ചോദിക്കുക എന്തിട്ട് ഇങ്ങനെ സംഭവിച്ചു. ഞാൻ ഇന്ന് ചെയ്ത പോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ എന്റെ സുഹൃത്തായിട്ടുള്ള കാലാവസ്ഥയെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ശ്രീ ഗോപകുമാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഡോക്ടർ ഈ മഴ എങ്ങനെ പെയ്യാനായിട്ട് കാര്യം ഉണ്ടായത്. അപ്പൊ അദ്ദേഹം കുറച്ച് കാരണങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ആവാം കാരണം എന്ന് പറഞ്ഞു. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. വേറെ രീതിയിൽ പറഞ്ഞാൽ സയൻസ് ആയാലും ഫോക്ലോർ ആയാലും ചെയ്യാൻ ശ്രമിക്കുന്നത് ചുറ്റുമുള്ള പ്രതിഭാസങ്ങളെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അതിനെ ഏറ്റവും എക്സ്പ്ലെയിനബിൾ ആക്കുക ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ എക്സ്പ്ലനേഷൻ പ്രോസസ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ഏറ്റെടുക്കുകയും ചെയ്യും. നേരത്തെ ശ്രീ ഗോവിന്ദ വർമ്മരാജ പറഞ്ഞതുപോലെ ഓരോ പ്രത്യേക സാമ്പത്തിക സംവിധാനത്തിനകത്തും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫോക്ലോറുകൾ വ്യത്യസ്തമായിരിക്കും. അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്, ഒരു ലീനിയർ ആയിട്ട് നമ്മൾ ഡെവലപ്മെന്റ് സങ്കല്പിക്കുന്ന സമയത്ത്, ജീവിതത്തെ സങ്കല്പിക്കുന്ന സമയത്ത്, നമ്മുടെ എക്കോണമിയെ സങ്കല്പിക്കുന്ന സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫോക്ലോറുകളല്ല ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു എക്കോണമിയുടെ സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുക എന്ന് അദ്ദേഹം സൂചിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഉള്ള ഒരു വ്യത്യാസത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഭൂമിയിൽ സത്യത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഉള്ളത്. ഒന്ന് ഒരുപക്ഷെ നിങ്ങളെ പോലെയോ എന്നെ പോലെയുള്ള മനുഷ്യരാണ്. എൻ്റെ നാട് എറണാകുളമാണ്, ഞാൻ പക്ഷെ ഇപ്പൊ ജീവിക്കുന്നത് തൃശ്ശൂരാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് ജോലി ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുകയും എൻ്റെ പേഴ്സ് എടുക്കുകയും എൻ്റെ ATM കാർഡ് എടുക്കുകയും ചെയ്താൽ എനിക്ക് എറണാകുളത്ത് ജീവിച്ച പോലെ തന്നെ എനിക്ക് തൃശ്ശൂരും ജീവിക്കാം. വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ മറ്റു ചില മനുഷ്യരുണ്ട്, അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ അടർത്തി മാറ്റിയാൽ, അവർ പുതിയ സ്ഥലത്തേക്ക് എത്തിച്ചാൽ തകർന്നു പോകുന്ന മനുഷ്യരുണ്ട്. അവരെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം പീപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇക്കോസിസ്റ്റം പീപ്പിൾ എന്നവരെയാണ് നമ്മൾ വിളിക്കുന്നത്. കടലിന്റെ തീരത്ത് താമസിക്കുന്ന മുക്കുവര്, അവരെ അവിടെ നിന്ന് അടർത്തി മാറ്റി മറ്റൊരു സ്ഥലത്ത് അവരെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് സാമ്പത്തികമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല,
അവരെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് വളരെ വിശാലമായ അതിരുകളില്ലാത്ത കടൽ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടുകയാണ് ചെയ്യും. അത് പൈസയുടെ പ്രശ്നമല്ല. അതേപോലെ മലമുകളിൽ ജീവിക്കുന്ന ആദിമ നിവാസികൾ അവിടെ വിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും ജീവിക്കാനായിട്ടാവില്ല. അത്രമാത്രം പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയോട് ഇടപെട്ട് പ്രകൃതിയിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും നേടിക്കൊണ്ട് പ്രകൃതിയിൽ വരുന്ന ഏറ്റവും ചെറിയ അനക്കങ്ങളെ പോലും വായിച്ചെടുക്കാനായിട്ട് കഴിവുള്ള മനുഷ്യരെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം പീപ്പിൾ എന്ന് പറയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ അവരാണ് ഭൂമിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായതും ഏറ്റവും പ്രയോജനപ്രദവുമായ ഫോക്ക് ലോറുകൾ നിർമ്മിക്കുന്ന ആളുകൾ. എർത്ത് ലോർ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഈ ഭൂമിയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, പൂമ്പാറ്റകളെ കുറിച്ച്, വണ്ടുകളെ കുറിച്ച്, ഔഷധങ്ങളെ കുറിച്ചിട്ട്, കാടിന്റെ ഭീഷണികളെ കുറിച്ചിട്ട്, കാടിന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഫോക്ക് ലോറുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന മനുഷ്യര് അവരാണ്. പക്ഷെ അവർ ഉത്പാദിപ്പിക്കുന്ന ഫോക്ക് ലോർ മാത്രമല്ല, അവർ പോലും ആവശ്യമില്ല എന്നുള്ള നിലക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഇക്കോസിസ്റ്റം പീപ്പിളിനെ ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയില്ല. അവര് മാർജിനലൈസ് ചെയ്യുക എന്നുള്ള വാക്കുകളൊന്നും മതിയാവില്ല. അവര് അരികുവൽക്കരിക്കപ്പെടുക പോലുമല്ല, അവര് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വംശനാശ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊന്നുകളയാണ്, മധുവിനെയൊക്കെ ചെയ്ത പോലെ അടിച്ചൊക്കെ കൊന്നുകളയും. ഇങ്ങനെയുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫോക്ക് ലോർ ഉത്പാദിപ്പിക്കുന്ന മനുഷ്യർ മുഴുവൻ തന്നെ കൊല ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയെ ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യരെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഫോക്ക് ലോറുകൾ ഉത്പാദിപ്പിക്കുന്ന അർബൻ ലോറ് പോലെയുള്ള ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ 3 ദിവസത്തിനോ അപ്പുറം ആയുസില്ലാത്ത ലോറുകൾ നിർമ്മിക്കുന്ന നഗരങ്ങളുടെ ലോറുകൾ ഭയങ്കരമായിട്ട് നമ്മുടെ ചുറ്റും പ്രചരിക്കുകയും ഏറ്റവും അടിസ്ഥാന തലത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യരുടെ ലോറുകൾ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം തന്നെ വളരെ കൗതുകപൂർവ്വം കാണേണ്ട ഒരു കാര്യം, മറ്റു പുതിയ ലോറുകൾ, ഇതിനെല്ലാം മുകളിൽ പുതിയ ലോറുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ചായക്കടക്കാരൻ ഉണ്ടായിരുന്നു. ആ ചായക്കടക്കാരൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം കുറെ നാൾ ചായക്കട നടത്തിയിരുന്നു. അതിനുശേഷം പുള്ളി ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഡിഗ്രി നേടിയിരുന്നു. അങ്ങനെ അദ്ദേഹം വളർന്ന് മുഖ്യമന്ത്രിയാവുന്നു, പിന്നെ പ്രധാനമന്ത്രിയാവുന്നു. അദ്ദേഹം ഗംഭീരമായി രാജ്യം ഭരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിനെയാണ് നമ്മൾ രാമരാജ്യം എന്നൊക്കെ വിളിക്കുക എന്നുള്ള നിലക്കുള്ള ലോറുകൾ, ഫോക്ക് ലോറുകൾ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോറി പദമാണ് രാമായണത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മഹാഭാരതത്തെ കുറിച്ചാണ്. വീണ്ടും ചർച്ച ചെയ്യാണ്. പണ്ടൊക്കെ ഒരു കാലത്ത് അമ്പലങ്ങളിലൊക്കെ മാത്രം ഒതുങ്ങി നിന്ന മഹാഭാരത രാമായണമൊക്കെ അമ്പലങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് ഇപ്പോ ഏറ്റവും ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പോലും, ഏറ്റവും മാർക്സിസ്റ്റുകൾ പോലും, കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇന്ന് എഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ലോറുകളായിട്ട് രാമായണം, മഹാഭാരതം എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതും കൂടി ആലോചിക്കേണ്ട ഒരു ആവശ്യം. പ്രത്യേകിച്ച് യാതൊരു ഉപകാരമുള്ള കാര്യങ്ങളായിട്ടല്ല, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉത്പാദിപ്പിക്കാനില്ല. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന രാജ്യത്തെക്കുറിച്ച്, രാജാവിനെ കുറിച്ചിട്ടുള്ള സങ്കല്പനങ്ങളുണ്ട്. വളരെ പൊളിറ്റിക്കലായിട്ട്, വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് ഫോക്ക് ലോറുകൾ. ഈ ലോറുകൾ അതുകൊണ്ട് ഏതൊക്കെ ലോറുകൾ കണ്ടെത്തപ്പെടുന്നുണ്ട്, ഏതൊക്കെ ലോറുകൾ തമസ്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട, അത്രമാത്രം ജാഗ്രതയോട് ജീവിക്കേണ്ട സമയമാണ് ഇതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ഫോക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ ഈ വേദിയിൽ സംസാരിക്കാൻ അനുവാദം തന്നതിൽ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ധാരാളം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സജീവ് സാർ സൂചിപ്പിച്ച പോലെ, നേരത്തെ ഞാൻ പറഞ്ഞതിന് തുടർച്ചയായി അദ്ദേഹം സൂചിപ്പിച്ച കോഴിക്കോട് സാമൂതിരിയുടെ പരാമർശം, അതായത് നമ്മുടെ കുരുമുളക് വള്ളിയല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേലയും സംബന്ധിച്ച കാലാവസ്ഥ അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന പരാമർശം. ഇപ്പൊ ഇവിടെ ആദ്യം നമ്മുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ ഇ കെ ഗോവിന്ദരാജവർമ്മ കോഴിക്കോട് സാമൂതിരിയുടെ തലമുറയിൽപ്പെട്ട, അനന്തര പരമ്പരയിൽപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ഇപ്പൊ പറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാലാവസ്ഥയുടെ പരിണാമങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അറിവ് ഇവിടെ ശരിക്കും നമുക്ക് പകർന്നു നൽകി. അദ്ദേഹത്തിന് ഓറഞ്ച് ഫിലിം അക്കാദമിയുടെയും അതുപോലെ തന്നെ IFFF പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസ് സെന്ററിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഈ ടോക്കിനായിട്ട് ഡോക്ടർ സിനീഷ്
വെളിക്കുനിയാണ്. അദ്ദേഹത്തെ നാട്ടുകലാകാര കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ 4ാമത് ഇന്റർനാഷണൽ ഫോക്ക് ഫിലിം ഫെസ്റ്റിവൽ ഓൺലൈനായിട്ട് നടക്കുകയാണ്. ഈ പരിപാടിയുടെ സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ അവസരത്തിൽ പാരമ്പര്യ പരിസ്ഥിതി ബോധത്തിന്റെ ഫോക്ലോറിക് മാനങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ചുനേരം നിങ്ങളുമായി സംവദിക്കുകയാണ്. ഫോക്ലോറിസ്റ്റിക്സ് മനുഷ്യന്റെ കൂട്ടായ്മയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ്. വ്യക്തികൾ സംഘാതങ്ങളായി ജീവിക്കുമ്പോൾ അവർ പൊതുവായ ജീവിതക്രമവും ആശയ വിനിമയ രീതികളും കൂട്ടായ്മയുടെ ഭാഗമായി നേടിയെടുക്കുന്നു. അതായത് പ്രാദേശിക സംസ്കാരത്തിന്റെ പൊതുവായ ഉടമ അല്ലെങ്കിൽ ഉടമകളായിരിക്കും ഏത് ഫോക്ലോർ. നിയതമായ വഴക്കങ്ങളായിരിക്കും അവരെ ബന്ധിപ്പിക്കുന്ന പൊതുഘടകം. മനുഷ്യ ജീവിതത്തിലെ പ്രാക്തന ഘട്ടങ്ങളിലും ജൈവ സ്വഭാവത്തെ പോലും നിലനിർത്തുന്ന പ്രവണത ഫോക്ലോറിന്റെ പ്രധാന പ്രത്യേകതയായി പറയേണ്ടി വരും. ഇത് തന്നെയാണ് ഫോക്ലോറിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ഫോക്ലോർ പ്രകൃതിയുമായി ചേർന്നു പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ സ്വഭാവമുള്ള ജീവിത ചരണമാണ്. വ്യക്തി പരിസ്ഥിതിയുടെ ഭാഗമാണെന്ന അവബോധത്തിൽ നിന്നാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. പരിസ്ഥിതി ഇക്കോളജി, സൗന്ദര്യശാസ്ത്രം എസ്തെറ്റിക്സ് എന്നീ 2 ശാഖകൾ ഒരുമിച്ചാണ് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം ഇക്കോ എസ്തെറ്റിക്സ് രൂപപ്പെട്ടു വന്നത്. ഇക്കോളജി എന്ന പദത്തിന് നവീനമായ മുഖം നൽകിയത് ജർമ്മൻ ജന്തുശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഹെഗലാണ്. പല ജീവശാസ്ത്രജ്ഞന്മാരും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജീവജാതികളും അവ വിവരിക്കുന്ന ചുറ്റുപാടുകളും തമ്മിലുള്ള പാരസ്പര്യത്തെ ഈ ശിക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ഹെഗൽ ചെയ്തത്. ഇത് പരിസ്ഥിതി പഠനത്തെ കുറിക്കുന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടു. ജന്തുജാലങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള
ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ ജൈവരൂപങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയ ജൈവ പരിണാമ പഠനം, എവല്യൂഷണറി ഇക്കോളജി. മനുഷ്യന്റെ സാമൂഹിക മാറ്റം, പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കിയ സാമൂഹിക പരിസ്ഥിതി, സോഷ്യൽ ഇക്കോളജി. മനുഷ്യ കേന്ദ്രീകൃതമായ പരിസ്ഥിതി ചിന്തയെ നിരാകരിക്കുന്ന ഗാഢ പരിസ്ഥിതിവാദം, ഡീപ് ഇക്കോളജി. ഇങ്ങനെ നിരവധി വൈജ്ഞാനിക സംജ്ഞകൾ പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം തന്നെ പരിസ്ഥിതിയുടെ സാമൂഹിക സാംസ്കാരിക പ്രാധാന്യത്തെ എടുത്ത് കാട്ടുന്നതുമാണ്. പരിസ്ഥിതിയെ അവലംബിച്ചിട്ടുള്ള ഉപജീവന കലയാണ് ഫോക്ലോർ. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വൈദ്യം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതിയെയും മണ്ണിനെയും ആശ്രയിക്കുന്ന ജീവന പ്രക്രിയയായി നാട്ടുവഴക്കങ്ങളെ മനസ്സിലാക്കാം. കാവ് തീണ്ടരുത്, കുളം പറ്റും എന്ന പഴഞ്ചൊല്ല് ഒരു ഉദാഹരണം. വ്യക്തിസ്വത്തല്ല, മറിച്ച് സംഘവഴക്കമാണ് എന്ന നിലയിൽ പരിസ്ഥിതി സൗന്ദര്യത്തെ സാമൂഹിക കർമ്മമായി മാറ്റാനുള്ള കഴിവ് ഫോക്ലോറിനുണ്ട്. കേരളത്തിന്റെ സ്വത്വം സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതി സമ്പത്ത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറിവും അധികാരവും എല്ലാ കാലത്തും കൊണ്ടും കൊടുത്തുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. സർവലൗകിക സിദ്ധാന്തങ്ങൾക്ക് പ്രാബല്യം ഉണ്ടാവുന്നത് ഒരു സവിശേഷ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. കൊളോണിയലിസമാണ് അവയ്ക്ക് വേരോട്ടമുണ്ടാക്കിയത്. പ്രത്യേകിച്ചും സാമൂഹിക ശാസ്ത്ര രംഗത്ത് പ്രകൃതിയുടെ നിയമങ്ങളെ അറിയുന്ന ശാസ്ത്രത്തെ കയ്യിൽ വെക്കുകയും അതിനെ സാങ്കേതിക വിദ്യയാക്കി പരിണമിക്കുകയും അതിലൂടെ വ്യാവസായീകരണം സാധ്യമാക്കുകയും അടിസ്ഥാനപരമായി മനുഷ്യൻ എവിടെയും ഒന്നാണെന്ന് തെളിയിക്കുകയും ചെയ്യും. അറിവിന്റെ പ്രചരണത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വ്യവസായം പുറത്തേക്കൊഴുകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റി. അങ്ങനെ കൊളോണിയലിസം നവ കൊളോണിയലിസത്തിലേക്ക് എത്തി. മുതലാളിത്ത സംസ്കാരത്തിന്റെ ഈ കടന്നുകയറ്റം നമ്മുടെ സംസ്കാരത്തിന്റെ അടരുകളെ ഇല്ലാതാക്കി. നമ്മുടെ കാടുകൾ വൻകിട വ്യവസായങ്ങൾക്കും നെൽവയലുകൾ
കോൺക്രീറ്റ് കാടുകൾക്കും പുഴകളും തോടുകളും മാലിന്യങ്ങൾക്കും വിസർജനത്തിനും വഴിമാറ്റിയിരിക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെ കെടുതികൾ നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഫലിച്ചിരിക്കുന്നു. പ്രകൃതിക്ക് മേലുള്ള അനിയന്ത്രിതമായ കൈകടത്തലുകൾ പരിസ്ഥിതിയെയും ഭൂമിയുടെ നിലനിൽപ്പിനെയും മാരകമായി ബാധിച്ചിരിക്കുന്നു. ജൈവവൈവിധ്യം, മണ്ണ്, കൃഷി, ആരോഗ്യ പരിപാലനം, ജലസംരക്ഷണം മുതലായവ അവയുമായി ബന്ധപ്പെട്ട നാട്ടറിവുകളും ഭാഷ, സംസ്കാരം, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയവയെല്ലാം നാട്ടു സൗന്ദര്യ ശാസ്ത്രവും ആധുനിക പരിസ്ഥിതി സൗന്ദര്യ ബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാരസ്പര്യത്തിന്റെ സൗന്ദര്യബോധമാണ് നാട്ടു സൗന്ദര്യ ശാസ്ത്രം. പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന നാട്ടുജീവിതാവസ്ഥയാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. ഈ പാരസ്പര്യത്തെ ഒരു നാടൻപാട്ടിലൂടെ ആവിഷ്കരിച്ചാൽ മണ്ണെ നമ്പി ഏലയ്യ മരവിരിപ്പു, മരത്തെ നമ്പി ഏലയ്യ കൊമ്പിരിപ്പു, കൊമ്പെ നമ്പി ഏലയ്യ ഇലയിരിപ്പു, ഇലയെ നമ്പി ഏലയ്യ പൂവിരിപ്പു, പൂവെ നമ്പി ഏലയ്യ കായിരിപ്പു, കായെ നമ്പി ഏലയ്യ കിളിയിരിപ്പു, കിളിയെ നമ്പി ഏലയ്യ കാടിരിപ്പു, കാടെ നമ്പി ഏലയ്യ നാമിരിപ്പു, നമ്മെ നമ്പി ഏലയ്യ മണ്ണിരിപ്പു. ഇവിടെ മണ്ണിനെ വിശ്വസിച്ച് മരവും, മരത്തെ വിശ്വസിച്ച് കൊമ്പും, കൊമ്പിനെ വിശ്വസിച്ച് ഇലയും, ഇലയെ വിശ്വസിച്ച് പൂവും, പൂവിനെ വിശ്വസിച്ച് കായും, കായയെ വിശ്വസിച്ച് കിളിയും, കിളിയെ വിശ്വസിച്ച് കാടും, കാടിനെ വിശ്വസിച്ച് മനുഷ്യരും, മനുഷ്യരെ വിശ്വസിച്ച് മണ്ണും, മണ്ണിനെ വിശ്വസിച്ച് മരവും നിൽക്കുന്നു എന്ന് പാടുമ്പോൾ ജൈവവൈവിധ്യത്തിന്റെ പരിസ്ഥിതി വ്യൂഹത്തിന്റെ പാരസ്പര്യത്തെ സംബന്ധിച്ച് ഉന്നതമായ നാട്ടു സൗന്ദര്യ ബോധമാണ് ഇവിടെ പ്രകാശിതമാകുന്നത്. എന്നാൽ വർത്തമാനകാലത്ത് ഈ അറിവുകളെയും സൗന്ദര്യബോധത്തെയും എല്ലാം അട്ടിമറിച്ച് ആധുനിക മുതലാളിത്ത നിർമ്മിത അറിവുകളും സൗന്ദര്യബോധവും അതിശക്തം സ്ഥാപിച്ചെടുക്കുകയും നമ്മുടെ തനത് ആവാസ വ്യവസ്ഥകൾ തകർക്കപ്പെടുകയും നമ്മുടെ പരിസ്ഥിതിയെ വലിയ രീതിയിൽ അത് സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരം ഒരവസരത്തിലാണ് തൃശ്ശൂരിലെ ചലച്ചിത്ര അക്കാദമിയും നാട്ടുകലാകാര കൂട്ടവും പോപ്പുലർ അക്കാദമിയും ഒക്കെ ചേർന്ന് വളരെ സർഗാത്മകമായ ഒരു ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ചലച്ചിത്രമേള ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ ചലച്ചിത്ര സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി,
നമസ്കാരം. ഉള്ളവരെ, ഇവിടെ വർമ്മ മാഷും അതുപോലെ തന്നെ സജീവ് സാറും സിനീഷ് മാഷും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് നമ്മൾ ഇക്കഴിഞ്ഞ വർഷങ്ങളായി തുടർച്ചയായി വന്ന പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. പ്രത്യേകിച്ചും പ്രളയം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, നിപ്പ പോലെയുള്ള പകർച്ചവ്യാധി, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് COVID-19 എന്ന ഈ മഹാമാരി നമ്മൾ നേരിട്ടത്. ഈ ഒരു അവസ്ഥയിലാണ് ഇന്റർനാഷണൽ ഫോക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ സെമിനാർ വിഷയമായി നമ്മൾ ഈ നാട്ടറിവും കാലാവസ്ഥ വ്യതിയാനവും എന്ന ഈ സെമിനാർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ വന്ന് സംസാരിച്ച 3 പേർക്കും അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ പേർക്കും 4ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.